ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിലുള്ളത് കേരള സ്പോർട്സ് ആക്റ്റാണ്. കേരള ഗവൺമെൻറ് 2000 നിയമസഭയിൽ പാസ്സാക്കിയതാണ് കേരള സ്പോർട്സ് ആക്ട്. 2003 അത് ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അത് മുഴുവനായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല, 2003 പാർഷ്യലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അത് അന്ന് ട്രഷറുടെ പോസ്റ്റ് മാത്രം അബോളിഷ് ചെയ്തുകൊണ്ട് അന്ന് അതുവരെ കേരള സ്പോർട്സ് കൗൺസിലിന് ട്രഷറർ എന്നൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് നിർത്തിയിട്ട് അത് സെക്രട്ടറിക്ക് അധികാരം കൊടുക്കുന്നത് ആ ഒരു പോർഷൻ മാത്രം എടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തു. പിന്നെ ഈ ആക്ട് മുഴുവനായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് 2006 അന്നുണ്ടായിരുന്ന കേരള സ്പോർട്സ് കൗൺസിലിനെ പിരിച്ചുവിട്ടുകൊണ്ട് കേരള ഗവൺമെൻറ് ആദ്യത്തെ സ്പോർട്സ് കൗൺസിൽ ആക്ട് അനുസരിച്ച് സ്പോർട്സ് ആക്ട് അനുസരിച്ച് രൂപീകരിക്കുകയാണ് ചെയ്തത്. ഇന്ന് ഇന്ത്യയിൽ സ്പോർട്സ് ആക്റ്റുള്ള അല്ലെങ്കിൽ സ്പോർട്സ് പോളിസിയുള്ള അല്ലെങ്കിൽ സ്പോർട്സ് കോഡുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളം, പഞ്ചാബ്, മഹാരാഷ്ട്ര, ഒഡീസ, വെസ്റ്റ് ബംഗാൾ ഇതാണ് ഇപ്പം നിലവിലുള്ളത്. ഇനി ആന്ധ്രാപ്രദേശും തമിഴ്നാടും ഇപ്പോൾ അതിൻ്റെ ഫ്രെയിം വർക്കിലാണ്. തമിഴ്നാട്ടിലെ കമ്മിറ്റിയുടെ ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് 1-2 മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത 2 മാസത്തിനകത്തുള്ള നിയമസഭയിൽ അവർ പുതിയ സ്പോർട്സ് ആക്ട് കൊണ്ടുവരും. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് കഴിഞ്ഞ ആഴ്ച ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങൾ വരും. ഇനി മധ്യപ്രദേശ്, ഹരിയാന ഈ സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ 2000 സ്പോർട്സ് ആക്ട് വന്നു. അതിനുശേഷം ചില ചെറിയ അമെൻമെൻറ്റുകൾ വന്നിട്ടുണ്ട്. അത് 2008 ഈ ആക്ടിന് അനുബന്ധമായിട്ടുള്ള റൂൾ വന്നിട്ടുള്ളത്, സ്പോർട്സ് റൂൾ വന്നിട്ടുള്ളത്. 2008 സ്പോർട്സ് റൂൾ വന്നു. പക്ഷേ അതിന് ശേഷവും അതിന് മുമ്പും വളരെയേറെ മാറ്റം, അല്ലെങ്കിൽ അതിന് ശേഷം 2008 ശേഷമുള്ള ആക്ടിനകത്ത് ഇപ്പോൾ അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ട്. ആ അമെൻമെൻറ്റ് അനുസരിച്ച് നമ്മുടെ ആക്ടിൽ റൂളിൽ മാറ്റങ്ങൾ വന്നിട്ടില്ല ഇപ്പോഴും. Kerala Sports Amendment Act and Kerala Sports Rule 2008 is the existing rule now followed by Kerala in respect of sports by Government of Kerala. ഇതാണ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. 2018 അതായത് അമെൻഡ് ചെയ്ത് 2018 ഒരു സ്പോർട്സ് ആക്ട് ഉണ്ട്. അതുപോലെ തന്നെ 2008 സ്പോർട്സ് റൂൾ. ഇത് രണ്ടുമാണ് ഇപ്പോൾ കേരള ഗവൺമെൻറ്റും കേരള സ്പോർട്സ് കൗൺസിലും കേരളത്തിലെ കായിക സംഘടനകളുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ഒരു ഹൈലൈറ്റിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ കേരള സ്പോർട്സ് ആക്ടിനകത്ത് നമ്മുടെ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെയും ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങൾ ഗ്രാസ് റൂട്ടിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു, അതായത് ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിനും കൂടെ സ്പോർട്സ് കൗൺസിലുകൾ രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു വളരെ നമുക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ സ്പോർട്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ വലിയ നല്ലൊരു തീരുമാനമാണ് ആ ഒരു ആക്ടിലൂടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ it gives more powers to Kerala State Sports Council to oversee and control the functioning of associations and district sports councils. കൺട്രോളിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന സ്പോർട്സ് ഗവേണൻസ് ബില്ലോ നാഷണൽ സ്പോർട്സ് ഗവേണൻസ് കോഡിൻ്റെയോ അത്രയ്ക്ക് തീവ്രമായ ഒരു നിയന്ത്രണങ്ങൾ ഈ സ്പോർട്സ് ആക്ടിനകത്തില്ല. അസോസിയേഷനുകളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു പരിധിവരെ ഇൻഡിപെൻഡൻ്റായിട്ട് പ്രവർത്തിക്കാനുള്ള സാഹചര്യത്തോടൊപ്പം തന്നെ ചില നിയന്ത്രണങ്ങൾ ഈ സ്പോർട്സ് ആക്ടിനകത്തുണ്ട്. അത് ഈ അസോസിയേഷനിൽ പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നേരത്തെ നമ്മുടെ ഇപ്പം വന്നിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് സ്പോർട്സ് ഗവേണൻസ് ബില്ലെന്ന് പറഞ്ഞാൽ അത് ആടിമൂടി, അതായത് ഇപ്പോൾ ഒരു അസോസിയേഷൻ ഫെഡറേഷൻ അംഗീകരിക്കണമെങ്കിൽ സ്പോർട്സ് റെഗുലേറ്ററി ബോർഡ് പോകണതാണ്. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ ഒരു അസോസിയേഷനെ നാഷണൽ ഫെഡറേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള ഒരു നാഷണൽ ഫെഡറേഷൻ അംഗീകരിക്കുന്ന സ്റ്റേറ്റ് അസോസിയേഷനെ ഇവിടെ കേരള സ്പോർട്സ് കൗൺസിൽ അംഗീകരിക്കും. അവിടെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇവിടെ ലിബറലാണ് നമ്മുടെ സ്പോർട്സ് ആക്ട്. ഈ പറയുന്ന വെസ്റ്റ് ബംഗാളിലെ സ്പോർട്സ് ആക്ടും ഏകദേശം കേരള ഗവൺമെൻറ് സ്പോർട്സ് ആക്ടിന് അനുസൃതമായ ചെയ്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് while giving autonomy to sports associations, Sports Act is giving power to Kerala Sports Council to control them for good governance. ഇത് നമ്മുടെ ഓട്ടോണമി കൈയടത്താതെ തന്നെ പക്ഷേ ഗുഡ് ഗവേണൻസ് വേണമെന്ന രീതിയിലാണ് നമ്മുടെ ആക്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ആസ് വി ഡിസ്കസ് ഇൻ ദ സ്പോർട്സ് ബിൽ ഓഫ് ഇന്ത്യ, ദ സ്പോർട്സ് ആക്ട് ഈസ് നോട്ട് ട്രൈങ് ടു ബ്രിങ് ഇൻ റെഗുലേഷൻ for giving recognition to state sports associations. Act is very clear that KSCC will recognize give recognition to those SSIs affiliated to NSC recognized by Government of India and the International Federation. It's a fair provision. ഇതുപോലൊരു ഫെയർ പ്രൊവിഷൻ കൊടുക്കും. കാരണം ഇതിൽ
ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള നാഷണൽ ഫെഡറേഷൻ്റെ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഉള്ള സംസ്ഥാന അസോസിയേഷനുകൾക്കാണ് ഇവിടെ അംഗീകാരം കൊടുക്കുന്നത്. But at the same time, Act is putting certain guidelines to be followed by the such SSA as law of the land. തീർച്ചയായിട്ടും ലോ ഓഫ് ദ ലാൻഡ് എന്നുള്ളത് എല്ലാ തത്വത്തിലും നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ്. ഒരു സംസ്ഥാനത്തൊരു നിയമം കാണും, ആ നിയമം പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇപ്പം നമ്മുടെ കേരള സ്പോർട്സ് കൗൺസിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് നമുക്ക് തന്നിരിക്കുന്ന ഓട്ടോണമി നിലനിർത്തിക്കൊണ്ട് തന്നെ ചില നിയന്ത്രണങ്ങൾ പറയുന്നുണ്ട്. Only one association shall be recognized as SSA for a discipline which needs to be affiliated with their concerned NSF approved by Government of India. നേരത്തെ ഞാൻ പറഞ്ഞു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള നാഷണൽ ഫെഡറേഷന് ഒരു ഡിസിപ്ലിൻ, ഒരു അസോസിയേഷൻ മാത്രമേ കേരളത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കൂ. So if we strictly follow that, we need to submit the certificate of affiliation of NSF with Government of India every year. Since Government of India is renewing the affiliation of NSF every year. അവിടെയാണ് ഇപ്പോൾ നമ്മുടെ സ്പോർട്സ് കൗൺസിൽ നമ്മുടെ ചോദിക്കാതിരിക്കുന്ന സംഭവം അതാണ്. അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളുടെ ഫെഡറേഷനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ള എല്ലാ വർഷവും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇപ്പോൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട സിറ്റുവേഷനിലേക്കാണ് വരാൻ പോകുന്നത്. അത് കൊടുത്തേ പറ്റും. കാരണം ഫെഡറേഷൻ അംഗീകാരം ഉണ്ടോ ഇല്ലെന്നല്ല ഇപ്പോൾ എല്ലാ വർഷവുമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കൗൺസിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് കൊടുക്കേണ്ടി വരും. ആക്ട് ആൻഡ് സ്പോർട്സ് റൂൾ ആൻഡ് ഗ്രാൻഡ് നെയിം regulation of KSSC is very clear on the following points to be followed by SSA to maintain recognition from KSSC. അതായത് നമ്മുടെ കൗൺസിലുമായിട്ടുള്ള റെക്കഗ്നേഷൻ അഫിലിയേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ചില ഗൈഡ് ലൈൻസ് ആക്ടിലുണ്ട്, റൂളിലുണ്ട്, ഗ്രാൻഡ് റെഗുലേഷൻസിലുണ്ട്. അത് ഒന്നാമതായിട്ടുള്ളത് അഫിലിയേഷൻ വിത്ത് നാഷണൽ സ്പോർട്സ് ഫെഡറേഷൻ. രണ്ടാമത് മിനിമം 10 ഡിസ്ട്രിക്ട് സ്പോർട്സ് അസോസിയേഷൻ, 10 ആക്റ്റീവ് ജില്ലാ അസോസിയേഷൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. Secretaries of SSA, DSA shall be a sportsman who had participated at least in the state level and district level competition as the case may be. സംസ്ഥാന അസോസിയേഷൻ ആണെങ്കിൽ അതിൻ്റെ സെക്രട്ടറി ആവുന്ന ആൾ സംസ്ഥാന മത്സരത്തിൽ പങ്കെടുത്ത ഒരാളായിരിക്കും. ജില്ലയിലാണെങ്കിൽ ജില്ലാ മത്സരത്തിൽ പങ്കെടുത്തതായിരിക്കും. പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു അതായത് സ്പോർട്സ്മാൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ സ്പോർട്സ്മാനിനെ പല രീതിയിലും ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കാണുന്നത്. അതായത് ചില അസോസിയേഷനുകൾ സ്പോർട്സ്മാൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ പറയുന്നത് അത് ടെക്നിക്കൽ ഓഫീഷ്യലോ റഫറി ആവാം, അത്ലറ്റ് തന്നെ ആവണമെന്നില്ല എന്നാണ് പറഞ്ഞുകൊണ്ട് അങ്ങനെ സെക്രട്ടറിയായ അസോസിയേഷനുകളുമുണ്ട്, അങ്ങനെ ഭാരവാഹിത്വം ഏറ്റെടുത്ത ആൾക്കാരുമുണ്ട്. പക്ഷേ തെറ്റാണ്. ഇതിൻ്റെ സ്പിരിറ്റ് നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ സ്പിരിറ്റ് എന്താണ്? ഒരു അത്ലറ്റായ ആൾ തന്നെ ആയിരിക്കണം സെക്രട്ടറിയായി വരേണ്ടതെന്നാണ് ഈ ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് മിസ്യൂസ് ചെയ്ത് പോയ അസോസിയേഷനുമുണ്ട് എന്ന് ആണ് ഞാൻ മനസ്സിലാക്കിയത്. മാൻഡേറ്ററി കണ്ടക്ട് ഓഫ് സബ് ജൂനിയർ, ജൂനിയർ ആൻഡ് സീനിയർ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് പ്രയർ ടു നാഷണൽ ചാമ്പ്യൻഷിപ്സ് ആൻഡ് സെലക്ഷൻ ഓഫ് ടീംസ് ഫ്രം ദ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഓൺലി. വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. ഇവിടെ എത്രത്തോളം പല അസോസിയേഷനുകളും, പക്ഷേ അതിനകത്തൊരു എക്സംഷൻ ഉണ്ട് കേട്ടോ. നിങ്ങളൊരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ എല്ലാ വർഷവും നടത്തിയിരിക്കും. ഒരു നിർബന്ധമായാലും അത് മാറ്റിവെക്കാൻ പാടില്ല. നാഷണൽസിൽ പോകുന്ന ടീം അതിൽ നിന്നേ സെലക്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇനി ഏതെങ്കിലും കാരണവശാൽ സ്റ്റേറ്റ് ചാമ്പ്യൻ നടത്താൻ പറ്റാതെ സ്റ്റേറ്റ് ടീമിനെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിന് സ്പെസിഫിക് കാരണം കാണിച്ചുകൊണ്ട് കൗൺസിലിൻ്റെ അംഗീകാരം മേടിക്കുന്നത് പറയുന്നു. പല അസോസിയേഷനും ഒരു സെലക്ഷൻ ടെസ്റ്റ് നടത്തിയാണ് ടീമിനെ അയക്കുന്നത്. നിങ്ങൾക്ക് ഗ്രാൻഡ് കിട്ടാൻ യാതൊരു അർഹതയില്ല. ഗ്രാൻഡ് കിട്ടാൻ മാത്രമല്ല, ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റെക്കഗ്നേഷനും കൗൺസിൽ ചെയ്ത് പോകും. ഇതാണ് അധികം പറഞ്ഞിരിക്കുന്നത്. സെലക്ഷൻ കമ്മിറ്റി എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ കൃത്യമായിട്ട് ആക്ടിൽ പറയുന്നുണ്ട്. സെലക്ഷൻ കമ്മിറ്റി ഉണ്ടായിരിക്കണം. ആ സെലക്ഷൻ കമ്മിറ്റിയിൽ ഇരിക്കുന്ന ആൾക്കാർ എങ്ങനെ ക്വാളിഫൈഡ് ആൾക്കാർ കൃത്യമായിട്ടും ആക്ടിൽ പറയുന്നുണ്ട്, റൂളിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ തന്നെ ആയിരിക്കണം ആ ടീമിനെ സെലക്ട് ചെയ്യേണ്ടത്, ആ സ്റ്റേറ്റ് ടീമിനെ സെലക്ട് ചെയ്യേണ്ടത്. എത്രത്തോളം അവർ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, എല്ലാ അസോസിയേഷനും നിർബന്ധമായിട്ട് വെബ്സൈറ്റ് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു. നമ്മുടെ സ്പോർട്സ് റൂളിൽ പറയുന്നുണ്ട്, ആക്ടിൽ പറയുന്നു. ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങൾ, അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമായിരിക്കണം. ഇത് എല്ലാവരും അറിയുന്നുണ്ടെന്ന് കുഴപ്പമില്ല. അതുകൊണ്ട് കൃത്യമായിട്ടും അസോസിയേഷൻ്റെ എല്ലാ ആക്ടിവിറ്റീസും, എല്ലാ പ്രവർത്തനങ്ങളും, ആനുവൽ റിപ്പോർട്ടും അക്കൗണ്ട്സും ഇതെല്ലാം കൃത്യമായിട്ടും അപ്ലോഡ് ചെയ്ത് ഡിജിറ്റൽ ഫോർമാറ്റിലാക്കി വെബ്സൈറ്റിലും മറ്റുള്ള സോഷ്യൽ മീഡിയയിലും കൊടുക്കണമെന്നാണ് കൃത്യമായിട്ട് ആക്ടിൽ പറയുന്നത്. മെയിൻറ്റെയിനിങ് പ്രോപ്പർ റിപ്പോർട്ട്സ് ഓഫ് SSA ആൻഡ് ഇറ്റ്സ് അഫിലിയേറ്റ്സ് യൂണിറ്റ്സ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. എല്ലാ അസോസിയേഷനും കൃത്യമായിട്ടും വാർഷിക റിപ്പോർട്ട് ഉണ്ടായിരിക്കണം.
ആ വാർഷിക റിപ്പോർട്ടിനകത്ത് അതായത് അവരുടെയൊക്കെ ജില്ലാ ഘടകങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സംഭവം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നിർബന്ധിക്കാൻ പോവുകയാണ്. ഒരു ഫെഡറേഷൻ്റെ ആനുവൽ റിപ്പോർട്ടിനകത്ത് ആ ഫെഡറേഷൻ്റെ കീഴിലുള്ള സ്റ്റേറ്റ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ, അവരുടെ കീഴിലുള്ള ജില്ലാ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തയ്യാറാക്കി വേണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. അങ്ങനെ സമർപ്പിക്കാത്ത ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഗ്രാൻറ്റ് കൊടുക്കില്ല എന്നൊരു തീരുമാനം ഇപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ചില കാര്യങ്ങൾ പറഞ്ഞോ പറയാതെയോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സംസ്ഥാന അസോസിയേഷനിലേക്കും ജില്ലാ അസോസിയേഷനിലേക്കും കടന്നു കയറിയിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചോളൂ. രജിസ്ട്രേഷൻ ഓഫ് പ്ലേയേഴ്സ് മാൻഡേറ്ററി, നേരത്തെ ഞാൻ പറഞ്ഞു. അതായത് ഇപ്പം ഒരു ജില്ലയിലുള്ള കായിക താരങ്ങൾ ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ തന്നെ അവർ ഫെഡറേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കയറി UID രജിസ്ട്രേഷൻ നമ്പർ എടുത്തിരിക്കണം. അതാണ് പറഞ്ഞത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എല്ലാ ഫെഡറേഷൻസിനും അല്ലെങ്കിൽ എൻ്റെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഒരു ഡിസിപ്ലിനിൽ മൊത്തത്തിൽ ഇന്ത്യയിൽ എത്ര രജിസ്റ്റേർഡ് പ്ലേയേഴ്സ് ഉണ്ട് എന്നുള്ളൊരു കണക്ക് കിട്ടാനുള്ള ഒരു രേഖയാണ് അത്. അപ്പോൾ അത് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അത് എല്ലാ വർഷവും അത് റിന്യൂ ചെയ്യും കൂടെ വേണം. അവർക്കെല്ലാവരും UID നമ്പറും കിട്ടും, അവർക്ക് ID കാർഡും കിട്ടും. ട്രാൻസ്പെറൻസി ഇൻ മെറിറ്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്, അതിനകത്ത് എനിക്ക് തോന്നുന്നു കൗൺസിൽ പറഞ്ഞിട്ടുണ്ട് ഫോട്ടോയും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ വെച്ചുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് കൊടുക്കണമെന്ന് പറയുന്നത്. എക്സിക്യൂട്ടീവ് കൗൺസിൽ ആൻഡ് ജനറൽ കൗൺസിൽ ഇലക്ഷൻ മീറ്റിംഗ് ടു ബി കൺവീൻ വിത്തിൻ ദി കട്ട് ഓഫ് ഡേറ്റ്. അതായത് ജനറൽ കൗൺസിൽ മീറ്റിംഗ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എല്ലാ വർഷവും May 30 എത്ര അസോസിയേഷൻ May 30 കൂടാറുണ്ട്, എത്ര അസോസിയേഷൻ അതിനകത്ത് കണക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ സ്പോർട്സ് കൗൺസിലിന് ഗ്രാൻറ്റ് പിടിച്ചു വയ്ക്കാം. വേണ്ടി വന്നാൽ 1-2 കൊല്ലമായി കഴിഞ്ഞാൽ അസോസിയേഷൻ സസ്പെൻഡ് ചെയ്യാം. ഇതെല്ലാം അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നു. അതുപോലെ തന്നെ കേരള സ്പോർട്സ് കൗൺസിൽ ഒബ്സർവർ കൃത്യമായിട്ടും സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിനും അതുപോലെ തന്നെ ഇലക്ഷൻ മീറ്റിങ്ങിന് പങ്കെടുക്കണമെന്ന് പറയുന്നുണ്ട്. ഏജ് റെസ്ട്രിക്ഷൻ, ടെന്യൂർ ഓഫ് ഓഫീസ് ബെയറേഴ്സ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. 70 വയസ്സ്, 12 വർഷം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൽ കൊണ്ട് പ്രവർത്തിക്കാൻ പാടില്ല. ഹോൾഡിംഗ് ഓഫ് റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ വളരെ ഇവിടെ പലരും നോക്കാതെ പോകുന്ന സംഭവമുണ്ട്. ഞാനിപ്പോൾ ഒരു അസോസിയേഷൻ്റെ ഭാരവാഹിയാണെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഒരു അസോസിയേഷൻ്റെ ഭാരവാഹിയാൻ പാടില്ല. എത്ര പേര് ഫോളോ ചെയ്യുന്നുണ്ട് എനിക്കറിയത്തില്ല. കൃത്യമായിട്ട് നമ്മുടെ ആക്ട് പറയുന്നു. ഞാനിപ്പോൾ ഒരു സ്റ്റേറ്റ് അസോസിയേഷൻ്റെയോ ജില്ലാ അസോസിയേഷൻ്റെയോ ഭാരവാഹി ആണെങ്കിൽ ഞാൻ വേറൊരു സ്റ്റേറ്റ് അസോസിയേഷനിലോ അല്ലെങ്കിൽ വേറൊരു സംസ്ഥാന അസോസിയേഷൻ്റെയോ ഭാരവാഹി ഇരിക്കാൻ പാടില്ലെന്ന് കൃത്യമായിട്ട് പറയുന്നു. അതുപോലെ തന്നെ ഈ പല അസോസിയേഷനുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ എല്ലാ സ്റ്റേറ്റ് അസോസിയേഷൻ്റെയും ജില്ലാ ആൾക്കാരാണ് വോട്ടിങ്. അതായത് ജനറൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ ജില്ലയിൽ നിന്ന് വരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അതിൻ്റെ അഫിലിയേറ്റ് യൂണിറ്റ്സ്. ചില അസോസിയേഷനുകൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, ചിലർക്ക് അതില്ല. പക്ഷേ ഇപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നാഷണൽ ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സർവീസസ്, പോലീസ്, റെയിൽവേസ്, ചിലയിടത്ത് കസ്റ്റംസ് ഉണ്ട്, ചിലയിടത്ത് ഓയിൽ, മറ്റേ ഭാരത് പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ, അവരുടെ ബോർഡ് അങ്ങനെയൊക്കെ ഉണ്ട്. അവരുടെ ഒഴിച്ച് അവർക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്നാണ് ഗവൺമെൻറ് ഒരു ഗൈഡ് ലൈൻ. കാരണം അവർക്ക് ഓൾറെഡി ഒരു ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കോമ്പറ്റീഷൻ ഉണ്ട്. അങ്ങനെ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കോമ്പറ്റീഷനുള്ള ആൾക്കാർക്ക് ഡ്യുവലായിട്ട് അവർക്ക് ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിയുടെ ഓപ്പർച്യൂണിറ്റി കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു തീരുമാനം. എത്രത്തോളം ആൾക്കാർ ഫോളോ ചെയ്യുന്ന എനിക്കറിയത്തില്ല, ചില അസോസിയേഷനൊക്കെ ഫോളോ ചെയ്യുന്നു. അപ്പോൾ ജനറൽ കൗൺസിലിൻ്റെ വോട്ടിംഗ് റൈറ്റ്, അതായത് ജനറൽ കൗൺസിലിൽ പങ്കെടുക്കുന്നതിൽ വോട്ടിംഗ് റൈറ്റുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ജില്ലാ അസോസിയേഷൻ്റെ ആൾക്കാർ തന്നെ ആയിരിക്കണം. ഇപ്പം ചില ക്ലബ്ബുകൾ അസോസിയേഷൻ മനസ്സിലായി ക്ലബ്ബുകളിൽ നിന്ന് ആൾക്കാരുണ്ട്, ഓണററി ലൈഫ് മെമ്പേഴ്സ് എന്ന് കുറേ ആൾക്കാരെ കയറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ജില്ലയിൽ നിന്ന് വരുന്ന മിക്കവാറും എല്ലാവർക്കും ഒരു ജില്ലയിൽ നിന്ന് 3 പേരാണ്. 3 പേരിൽ കൂടുതലുള്ള നോമിനേറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. ഇതെല്ലാം ഘടകവിരുദ്ധമാണ്. അങ്ങനെ ഒന്നും ആൾക്കാരെ ഉൾപ്പെടുത്താൻ പാടില്ല. കൃത്യമായിട്ട് ഒരു ജില്ലാ അസോസിയേഷനെ പ്രതിനിധിച്ച് 3 പേരടങ്ങുന്ന ആൾക്കാരടങ്ങുന്നതാണ് ജനറൽ കൗൺസിൽ. അതിൽ ഉപരി വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആക്ടിനോ റൂളിനും വിരുദ്ധമായിട്ടുള്ള തീരുമാനം. പിന്നെ സ്പോർട്സ് അപ്പലേറ്റ് ട്രിബ്യൂണലുണ്ട്. എത്രത്തോളം കാര്യക്ഷമമായി നമ്മുടെ സ്പോർട്സ് അപ്പലേറ്റ് ട്രിബ്യൂണൽ നമ്മുടെ ആൾക്കാർ ഉപയോഗിക്കുന്നു എനിക്കറിയത്തില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതിനൊരു സിവിൽ കോർട്ടിൻ്റെ റൈറ്റുള്ള ഒരു അപ്പലേറ്റ് ട്രിബ്യൂണലാണ്. ഇപ്പോഴും അപ്പലേറ്റ് ട്രിബ്യൂണൽ നമ്മുടെ കേരളത്തിൽ നിലവിലുണ്ട്. പല കേസുകളും ഡയറക്റ്റായിട്ട് കോടതിയിൽ പോവുകയാണ്. ഞാനൊരു ദിവസം സ്പോർട്സ് കൗൺസിലിൻ്റെ ഞാൻ രഞ്ജിത്ത് സംസാരിച്ചപ്പോൾ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ഏതെങ്കിലും കേസിൽ കക്ഷി നോട്ടീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൗൺസിൽ പറയണം ഇവിടെ ഒരു
അപ്പലേറ്റ് ട്രിബ്യൂണലുണ്ട്, ഇവർ ആദ്യം പോകേണ്ടത് അവിടെയാണ്. അവർ ആ അപ്പലേറ്റ് ട്രിബ്യൂണൽ ഇന്ന അധികാരങ്ങളുണ്ട്, അവിടെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നം. ഇപ്പം ഇത് കോടതിയിലാണ് നേരെ പോകുന്നത്. ഇവിടെ ഒരു അപ്പലേറ്റ് ട്രിബ്യൂണലുണ്ടെന്നും അപ്പലേറ്റ് ട്രിബ്യൂണൽ ഇന്ന അധികാരം ഉണ്ടെന്നും ആരും മനസ്സിലാക്കിയിട്ടില്ല. എനിക്ക് ഒരിക്കൽ കൗൺസിലിൽ നിന്ന് ഇങ്ങനെ ഒരു ഗൈഡ് ലൈൻ എല്ലാവരും കിട്ടിയിട്ടുണ്ടോ ഞാൻ മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ അപ്പലേറ്റ് ട്രിബ്യൂണലിൽ തന്നെ പോകണം, അവിടെ തന്നെ ചർച്ച ചെയ്യണമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് പറഞ്ഞിരിക്കുന്നത്. SSA has to follow the direction guidelines of National Sports Federation, failing which it affect the recognition of NSF with the Government of India, particularly registration of players, digital platform, transparency in regional competition, transparency in issue of certificates, age manipulation. ഇത് ശരിക്കും പറഞ്ഞാൽ ആക്ട് പറയുന്ന കാര്യമല്ല, ഇത് നമ്മൾ ഫോളോ ചെയ്യില്ലെങ്കിൽ നമ്മുടെ ഫെഡറേഷൻ ബാധിക്കും, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈനിന് വിരുദ്ധമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ SSA ഹാസ് ടു ഫോളോ ദി ഡയറക്ഷൻ ഗൈഡ് ലൈൻസ് NSF ഫെയിലിംഗ് വിച്ച്, അതായത് പറയുന്നതാണ് രജിസ്ട്രേഷൻ ഓഫ് പ്ലേയേഴ്സ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, ട്രാൻസ്പെറൻസി ഇൻ റീജിയണൽ കോമ്പറ്റീഷൻസ്, ട്രാൻസ്പെറൻസി ഇൻ ദി ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് ഏജ് മാനിപ്പുലേഷൻ, ഡോപ്പിംഗ്. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും സ്റ്റേറ്റസിനും ഫോളോ ചെയ്ത് പോകണമെന്നാണ് പറയുന്നത്.